ഹലോ ഗൈസ്, ഇനിയിപ്പോൾ അടുത്ത് വരുന്ന പാർലമെന്റ് വോട്ടാണല്ലേ. എനിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി പോണായിരുന്നേ. അപ്പൊ അതിന് ആദ്യം വേണ്ട ഫോട്ടോ ആയിരുന്നു. എനിക്ക് ഫോട്ടോ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കാനാട്ടോ വന്നത്. എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത് ഇവിടെ ആട്ടോ വന്നിരിക്കുന്നത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇതിനകത്ത് ചെലവഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം നേരം നിന്നിട്ടാട്ടോ റെഡി ആയത്. അവിടെ ഇരുന്ന് ക്ഷീണം തീർക്കാൻ ഞങ്ങൾ നേരെ ഒരു ഷെയ്ക്ക് കുടിക്കാനാട്ടോ വന്നത്. ഞാനൊരു അവിൽ മിൽക്കും ഒരു പപ്പായ ഷെയ്ക്കും ആയിട്ടോ പറഞ്ഞത്. സ്നാക്സ് ആയിട്ട് ഞാൻ കായ്പോളാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് അല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. മേടിച്ചതാട്ടോ പോക്കറ്റ് ഷവർമ. അതും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു. ഇവിടെ സെൽഫ് സർവീസ് ആണ്. അവൽ മിൽക്ക് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഹൈസിന് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം ആട്ടോ വാങ്ങിക്കൊടുത്തത്. കുറെ നാളോട് കഴിക്കുന്നുണ്ടാണെന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവൽ മിൽക്കിന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിന്റെ അവൽ മിൽക്ക് ആട്ടോ വാങ്ങിയത്. ഇക്കയുടെ പപ്പാ ഷേക്കും ഞാൻ കുടിച്ചു നോക്കുന്നുണ്ടായിരുന്നേ. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തേച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക എന്തോ പോക്കറ്റ് ഷവർമ പോലെ തന്നെ വേറെ എന്തോ ഐറ്റം മേടിച്ചു കേട്ടോ. അതും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര എരിവായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡിന്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എനിക്കൊരു ചെരുപ്പ് മേടിക്കാനാട്ടോ പോയത്. ചെരുപ്പ് മേടിക്കാനും ഡ്രസ്സ് മേടിക്കാനാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. എത്രയൊക്കെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിനിണങ്ങി കിട്ടാൻ വലിയ പാടാട്ടോ. അങ്ങനെ 3/4 മണിക്കൂറോളം നിന്നിട്ടാട്ടോ എനിക്കൊരു ചെരുപ്പ് കിട്ടിയത്. എനിക്കടെ വായി നല്ല ചീത്തയും കേട്ട്. സാക്കിക്ക് 3-4 പല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവന് വേണ്ടി ഫിംഗർ ബ്രഷ് മേടിക്കണമായിരുന്നു. പിന്നെ ഒരു ഷൂസും വാങ്ങിക്കണമായിരുന്നു. അതിന് വേണ്ടി ഒരു ബേബി ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നേ. കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഷൂവിന്. പിന്നെ അതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് അങ്ങനെ ഷൂ ഒക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് നേരെ വീട്ടിലോട്ടാ പോകുന്നത്. അപ്പൊ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ബൈ ഗൈസ്.